ഈ വേദിയിൽ സജ്ജമായിരിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്റെ പേര് നിവേദന്തി. ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥി. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഈ വർഷത്തെ ആദ്യത്തെ വാഗ്വർദ്ധനയാണ്. വാഗ്വർദ്ധനയോടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കുട്ടികളുടെ ഉച്ചാരണ ശുദ്ധി, പിന്നെ അവരുടെ പ്രസംഗത്തിനോടുള്ള കഴിവ്, അതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായി തന്നെ ഈശ്വര പ്രാർത്ഥനയാണ്. സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ആദ്യമായി തന്നെ ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് കിഷോറാണ്. കിഷോറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. എന്റെ പേര് കിഷോർ. ഞാൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥ കൈകേയിക്ക് ദശരഥൻ കൊടുത്ത 2 വരങ്ങൾ എന്നതാണ്. കൈകേയി ക്രോധത്തിൽ ചോദിച്ചു, തനിക്ക് പണ്ട് തരാമെന്ന് പറഞ്ഞ 2 വരങ്ങൾ ഇപ്പോൾ തരണമെന്ന് പറഞ്ഞു. അതേതൊക്കെയാണെന്ന് വെച്ചാൽ, 1, ഭരതനെ രാജാവായി വഴിക്കണം. 2, രാമനെ 14 വർഷം വനവാസത്തിന് പോകാൻ പറയണം. ഇതായിരുന്നു ആ 2 വരങ്ങൾ. ഇത് കേട്ട ദശരഥനെ നെഞ്ചുവേണിച്ച് കൈകേയിയുടെ മുമ്പിൽ തന്നെ കുഴഞ്ഞു വീണു. അദ്ദേഹത്തിന്റെ ഈ പിതൃഭക്തി അനുകരണീയമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എന്റെ പേര് അലൻ ചോണി. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മഹാഭാരതത്തിൽ നിന്നെടുത്ത ഗുരുപത്തെ കുറിച്ചുള്ള കഥയെ പറ്റിയാണ്. അടുത്തതായി ധീരജാണ്. ധീരജനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മാന്യസദസ്സിനെ വന്ദനം. എന്റെ പേര് നീരജ്. ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാകുന്നു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയെന്ന് വെച്ചാൽ വെറും 17 വയസ്സുള്ള ഒരു ബാലന്റെ വീരപരാക്രമണങ്ങളെ കുറിച്ചാണ്. മഹാഭാരത യുദ്ധത്തിൽ ആ ബാലൻ ആർക്കും ഭേദിക്കാൻ കഴിയാത്ത ചക്രവ്യൂഹത്തിന്റെ ഉള്ളിൽ കടന്ന് അവിടെ ഒരു വൻ പ്രളയം സൃഷ്ടിച്ച കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത് മറ്റാരെയും കുറിച്ചല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ധനുർധരനും വില്ലാളി വീരനുമായ മധ്യപാണ്ഡവനായ അർജുനൻ സുഭദ്രയെ ജനിച്ച പുത്രനായ അഭിമന്യുവിനെ കുറിച്ച് തന്നെയാണ്. വേടവംശത്തെ രാജാവായ ഹന്യധനുസിനു ഏകലവൻ എന്നു പേരുള്ള മകനുണ്ടായിരുന്നു. ഏകലവനെ ദ്രോണാചാര്യയിൽ നിന്ന് അസ്ത്രാഭ്യാസം പഠിക്കണമെന്ന് മോഹിച്ച ഏകലവൻ ഒരു ദിവസം ദ്രോണാചാര്യ ചെന്ന് കണ്ട് തന്റെ ആഗ്രഹം അറിയിച്ചു. അപ്പോൾ ദ്രോണാചാര്യ പറഞ്ഞു, ഒരു വേടസന്തതിക്ക് ഞാൻ ഒരിക്കലും ഗുരുവായിരിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. അതിൽ ദുഃഖിതനാവാതെ ഏകലവ്യൻ തന്റെ പ്രതീക്ഷ കൈവിടാതെ നിന്നു. എന്നിട്ട് അഭിമന്യുവിനോട് പറഞ്ഞു, ലോകത്തിൽ ആകെ 4 പേർക്ക് മാത്രമാണ് ചക്രവ്യൂഹം ഭേദിക്കാൻ കഴിയുള്ളൂ. 1 ഭഗവാൻ കൃഷ്ണൻ, പിന്നെ രുക്മിണി പുത്രനായ പ്രദ്യുമ്നൻ, പിന്നെ അർജുനൻ, പിന്നെ അഭിമന്യു. എന്റെ പേര് ആമിഷമ്മൻ. ഞാൻ 7ാം ക്ലാസ് വിദ്യാർത്ഥി. ഇന്നത്തെ എന്റെ കർത്തവ്യം എന്തെന്ന് വെച്ചാൽ ഗുണപാഠമുള്ള നല്ലൊരു കഥ പറയുകയാണ്. നായയുടെ വളഞ്ഞ വാല് എന്ന കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. മഹർഷികൾ കണ്ണുകൾ തുറന്നു. അപ്പോൾ ആ മഹർഷി ചോദിച്ചു, എന്താണ് വേണ്ടത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കൊരു ഭൂതത്തെ വേണമെന്ന്. അപ്പോൾ മഹർഷിയൊന്നും മറുപടി നൽകിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ മഹർഷി പറഞ്ഞു, അത് നിനക്ക് തന്നെ ആപത്തായി വരുമെന്ന്. എന്റെ പേര് അനന്തകൃഷ്ണൻ. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് രാജാവും മന്ത്രിയും എന്ന കഥയാണ്. ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് കുറെ തവണ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ ഭൂതം വന്നു. ഭൂതം പറഞ്ഞു, എനിക്ക് ജോലി തരൂ, അല്ലെങ്കിൽ ഞാൻ നിന്നെ തിന്നു കളയുന്നു. ഒരിക്കലൊരു രാജ്യത്ത് ഈശ്വരഭക്തനായ രാജാവും മന്ത്രിയും ഉണ്ടായിരുന്നു. രാജാവിന് ഒരു മകൻ ഉണ്ടായിരുന്നു. രാജാവും മന്ത്രിയും ഈശ്വരഭക്തനായിരുന്നു. അങ്ങനെ ഇരിക്കട്ടെ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് രാജാവ് മരണത്തിന് കീഴടങ്ങി. തന്റെ മകനെ രാജകുമാരനാക്കിയാണ് രാജാവ് മരിച്ചത്. അവസാനം അഭിമന്യു തന്റെ ലക്ഷ്യം പ്രാപിച്ചു. വ്യൂഹം ഛിന്ന ഭിന്നമാക്കി തീർത്തു. അപ്പോൾ അഭിമന്യുവിന്റെ രക്ഷയ്ക്കായി പാണ്ഡവന്മാർ ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും ശ്രീ പരമേശ്വരനിൽ നിന്ന് ഉഗ്രമായ തപസ്സുകൊണ്ട് ജയദ്രഥൻ ഒരു വരം വാങ്ങിയിരുന്നു. പാർത്ഥനൊഴികെ പാണ്ഡവരിൽ 4 പേരെയും തോൽപ്പിക്കാനുള്ള വരം. അങ്ങനെ പാണ്ഡവരെ ജയദ്രഥൻ തടഞ്ഞു നിർത്തി. അങ്ങനെ ആ സൈന്യമധ്യത്തിനുള്ളിൽ അഭിമന്യു ഒറ്റയ്ക്കായി. വ്യൂഹം ഛിന്ന ഭിന്നമായത് കണ്ട് ദുര്യോധനൻ വന്നു അഭിമന്യുവിന്റെ നേരെ ശരവർഷം തുടർന്നു. അപ്പോൾ അഭിമന്യു ദുര്യോധന്റെ ശരങ്ങളെയെല്ലാം നിസാരമായി കുറിച്ചു വീഴ്ത്തി.
പിന്നിൽ നിന്ന് അവന്റെ തേരും വില്ലും നശിപ്പിക്കുക. അപ്പോൾ ആ സമയത്ത് തന്നെ അവന്റെ അശ്വങ്ങളെയും നശിപ്പിക്കണം. കൃത്യസമയത്ത് തന്നെ കർണൻ പിന്നിൽ നിന്ന് അവന്റെ തേരും വില്ലും നശിപ്പിച്ചു. ഭോജൻ അശ്വങ്ങളെയും കൃപൻ സൂതനെയും കൊന്നു. അങ്ങനെ തേരും വില്ലും ഇല്ലാത്ത അവനിൽ ബാക്കിയുള്ളവർ ശരവർഷം തുടർന്നെങ്കിലും വാളും പരിചയമെടുത്ത് അവൻ കുറെ ഭടന്മാരെ അരിഞ്ഞു വീഴ്ത്താൻ തുടങ്ങി. കൃത്യസമയത്ത് തന്നെ ദ്രോണർ വാളിന്റെ പിടി കണ്ടിച്ചു. കർണൻ കൃത്യസമയത്ത് അവന്റെ ഒരു കൂർത്ത ശരം കൊണ്ട് പരിചയം മുറിച്ചു വീഴ്ത്തി. ഇങ്ങനെ അഭിമന്യു ചക്രമെടുത്ത് ആ സൈന്യമധ്യത്തിൽ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന സുദർശനം പിടിച്ചു നിൽക്കുന്ന രണ്ടാമത്തെ വിഷ്ണു എന്ന പോലെ പടനടുവിൽ ശോഭിച്ചു. അങ്ങനെ അശ്വത്ഥാമാവനോട് ഏറ്റുമുട്ടിയപ്പോൾ ആ ചക്രം നഷ്ടപ്പെട്ടു. പിന്നീട് ഗദയും എടുത്തായിരുന്നു അഭിമന്യുവിന്റെ പോരാട്ടം. മുന്നിൽ കാണുന്നവരെല്ലാം അഭിമന്യു അടിച്ചു കൊന്നുകൊണ്ടിരുന്നു. അവസാനം ദുശാസനപുത്രൻ വന്നു തടഞ്ഞു. അവർ രണ്ടുപേരുമുള്ള അതിശക്തമായ പോരാട്ടത്തിൽ രണ്ടുപേരും ഭൂമിയിൽ പതിച്ചു. ദുശാസനപുത്രൻ പെടഞ്ഞെഴുന്നേറ്റു. അഭിമന്യു എഴുന്നേൽക്കാൻ വിഴുങ്ങി. വേഗം പോയി തന്നെ ദുശാസനപുത്രൻ അഭിമന്യുവിന്റെ തലയ്ക്ക് ഗദ കൊണ്ടടിച്ചു. അങ്ങനെ ആ വീരപുത്രൻ വീരസ്വർഗം പ്രാപിച്ചു. ഇങ്ങനെ പല ധർമ്മങ്ങളിലൂടെയാണ് കൗരവർ അഭിമന്യുവിനെ കൊന്നത്. ഈ കഥയിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു കാര്യവും പകുതി അറിഞ്ഞുകൊണ്ട് ചെയ്യരുത്. പിന്നെ അമിത ആത്മവിശ്വാസവും പാടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിൽ രണ്ട് പക്ഷം ഉണ്ടാകും. ഒന്ന് ധർമ്മമുള്ള പക്ഷവും ഒന്ന് അധർമ്മമുള്ള പക്ഷവും. ധർമ്മമുള്ള പക്ഷത്ത് നിന്ന് തോറ്റാലും നമ്മുടെ കീർത്തി നിലനിൽക്കും. പക്ഷെ അധർമ്മമുള്ള പക്ഷത്ത് നിന്ന് ജയിച്ചാലും നമ്മുടെ കീർത്തി അങ്ങനെ ഒന്നും നിലനിൽക്കില്ല. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് അഭിമന്യു. അഭിമന്യു യുദ്ധത്തിൽ 6-7 മഹാരാജിമാർ കൂടി അഭിമന്യുവിനെ കൊന്നെങ്കിലും അവന്റെ കീർത്തി ഇപ്പോഴും ലോകമെമ്പാടും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ദുര്യോധനൻ അധികം ശക്തമായി തന്നെ യുദ്ധം ചെയ്തെങ്കിലും ദുര്യോധനന്റെ കീർത്തി നിലനിൽക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഏകലവ്യന് യാതൊരു വ്യത്യാസം കൂടാതെ തന്റെ സന്തോഷത്തോടുകൂടി തന്റെ തള്ളവരൽ മുറിച്ച് ദ്രോണർ തന്റെ ഗുരുവിന്റെ ആവശ്യം പോലെ തന്നെ ഗുരുദക്ഷിണയായി കൊടുത്തു. ഗുരുദക്ഷിണയായി കൊടുത്തു കഴിഞ്ഞ് ഗുരുവിനെ സാഷ്ടാംഗം പ്രണമിച്ചു. ഇതിൽ നിന്ന് നാം പഠിക്കേണ്ടത് തന്നെ, പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും ഏകലവ്യൻ തന്റെ ഗുരുവിന്റെ ആവശ്യം കേട്ട അടുത്ത ക്ഷണം തന്നെ തന്റെ വിരൽ മുറിച്ച് തന്റെ ഗുരുവിനെ ദക്ഷിണയായി കൊടുത്തു. ഇതിൽ നിന്ന് നാം പഠിക്കേണ്ടത് ഏകലവ്യന്റെ ഗുരുഭക്തിയെ കുറിച്ചുള്ള ആഴത്തെ പറ്റിയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാത്തതും അതാണ്. പഠിപ്പിക്കുന്ന ടീച്ചറെ ബഹുമാനിക്കുകയില്ല. ഇതോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അലക്ട്രോണിക്ക് നന്ദി. ഈ വേദിയിൽ വന്ന് പ്രസംഗിച്ച എന്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഓം ശാന്തി ശാന്തി ശാന്തി.